ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. എത്രയും സ്നേഹിക്കപ്പെട്ട അനുജോച്ചൻ ജാക്സൻ പിതാവിൽ ഏറ്റവും അനുഗ്രഹീതനും പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരന്റെ ഓർമ്മ പെരുന്നാൾ ഈ ദേവാലയം സമുചിതമായി കൊണ്ടാടുന്ന അവസരത്തിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുക. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയുടെ ഭാഗം വിശുദ്ധനായ മർക്കോസ് എവങ്കേലിസ്ത എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. സെന്റ് മാർക്ക് ചാപ്റ്റർ 8 verses 34 to 38. ഇപ്രകാരം പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത്, യേശു ജനക്കൂട്ടത്തെ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് അരുളി ചെയ്തു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. എന്നാൽ തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുവാൻ അത് നശിപ്പിക്കുകയും എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും തൻ്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അത് രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തും പ്രയോജനം? നമ്മൾ പല ആവർത്തി വായിച്ചു കേട്ട വേദഭാഗമാണ് ഇത്. എങ്കിലും സഹോദരന്മാരുടെയൊക്കെയും ഓർമ്മ ദിവസം പ്രത്യേകം സഭ ഈ ഒരു വേദഭാഗത്തിലേക്ക് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഗീവർഗീസ് സഹദ എന്ന് പറയുന്ന പരിശുദ്ധൻ തിന്മയോട് പോരാടുന്ന ഒരു വീരഭടൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പേര് ചാർത്തപ്പെടുന്നത്. നമുക്കൊരു കമ്മ്യൂണിറ്റിയുടെ മാത്രം ഒരു വിശുദ്ധനായി ഒരിക്കലും ഗീവർഗീസ് സഹദായെ കാണുവാനായിട്ട് സാധിക്കില്ല. ഒരു ദേശത്തിന്റെ കാവൽ ഭടൻ എന്ന നിലയിലാണോ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പേര് ഓർക്കപ്പെടുന്നത്. സ്പെയിനും റിപ്പബ്ലിക് ഓഫ് ജനീവയും ഇംഗ്ലണ്ട് മുതലായ രാജ്യങ്ങളുടെയൊക്കെയും ആ ദേശത്തിന്റെ കാവൽ ഭടൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഗീവർഗീസ് എന്ന ഒരു നാമധേയം ഗെയോർഗോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഗീവർഗീസ്, വർഗീസ്, വർക്കി, ജോർജ് മുതലായ പേരുകൾ രൂപപ്പെട്ടത്. ഈ വാക്കിന്റെ അർത്ഥം കർഷകൻ എന്നാണ്. അദ്ദേഹം കപ്പദോക്യ പട്ടണത്തിൽ ഖാദിയോൻ ദക്കീന ദമ്പതിമാരുടെ 2ാമത്തെ പുത്രനായിട്ടാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാമോദീസയ്ക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പേര് വീനീസ് എന്നായിരുന്നു. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പട്ടാളത്തിൽ ഒരംഗമായി അദ്ദേഹം ജോലി ചെയ്യുന്നു. പൗരസ്ത്യ പാശ്ചാത്യ സഭകളെല്ലാം വിശുദ്ധനായി മധ്യസ്ഥത അഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മാർ ഗീവർഗീസ്. ആരാണ് സഹദ? ക്രിസ്തുവിന് വേണ്ടി രക്തം ചീന്തി ജീവിത സാക്ഷ്യം നിർവഹിച്ച വിശുദ്ധരാണ് സഹദേന്മാർ എന്ന് പറയുന്നത്. സദൃശവാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരണം. നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ. എന്തിനാണ് പെരുന്നാൾ? എന്തിനാണ് ഈ മധ്യസ്ഥത അണയ്ക്കുന്നത്? നമ്മൾ പലപ്പോഴും പല വിഭാഗങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട്, ദൈവം മാത്രമല്ലേ മധ്യസ്ഥനായിട്ടുള്ളത്, പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ നാം ഓർക്കുന്നത്? ഇതൊക്കെ വെറും ഒരു ചടങ്ങ് മാത്രമല്ലേ എന്ന് ചോദിക്കപ്പെടുകയും അത് കേൾക്കപ്പെടുകയും നമ്മുടെ ഉള്ളിൽ അത്തരം സംശയങ്ങൾ അങ്കുരിക്കാറുണ്ട് എന്നത് തർക്കം ഒന്നുമില്ല എന്നെനിക്കറിയാം. അവിടെയാണ് 2 രാജാക്കന്മാർ 13-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുന്നത്. 2 രാജാക്കന്മാർ 13-ാം അധ്യായം 21-ാമത്തെ വാക്യം. അതിനൊരു പശ്ചാത്തലം ഇപ്രകാരമാണ്: ഏലീശ മരിച്ച് അടക്കപ്പെട്ടു. അദ്ദേഹത്തെ ഒരു കല്ലറയിൽ അടക്കി. പിറ്റേ ആണ്ടിൽ മൊവാബ്യ പടക്കൂട്ടം
അവിടെ യുദ്ധത്തിന് വരികയാണ്. ആ സമയത്ത് ഒരു വ്യക്തി മരണപ്പെട്ട അദ്ദേഹത്തെ സംസ്കരിക്കുവാനായിട്ട് കുറച്ചാളുകൾ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ മോവാബ്യ പടക്കൂട്ടത്തെ കണ്ട് ഭയന്നിട്ട് അവർ ഈ സംസ്കരിക്കുവാനായിട്ട് കൊണ്ടുവന്ന മൃതശരീരം തൊട്ടടുത്ത ഒരു കുഴിയിലേക്ക് വളരെ ആദർശികമായിട്ട് ഇടുകയാണ്. ഈ കുഴി ആരുടെയാണെന്നോ, ഇത് എലീശ പ്രവാചകനെ അടക്കിയ കുഴിയായിരുന്നു. ഇവിടെ 21-ാമത്തെ 2 രാജാക്കൻ 13:21 വായിക്കുന്നു, അവൻ അതിൽ വീണു എലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ചു കാലൂന്നി എഴുന്നേറ്റു. അവൻ അതിൽ വീണു എലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ചു കാലൂന്നി എഴുന്നേറ്റു. ഇതാണ് എന്തിനാണ് പെരുന്നാൾ, എന്തിനാണ് സഹോദരന്മാരെ ഓർക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ ഒരു ചടങ്ങ് നിർവഹിക്കലാണെന്ന് ചോദിക്കുന്നവരുടെ മറുപടി ഇതാണ്. എലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ മരണപ്പെട്ട ഒരു വ്യക്തി ജീവിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുമ്പേ ദൈവത്തിങ്കിലേക്ക് നടന്ന് അടുക്കപ്പെട്ടവരാണോ സഹോദരന്മാർ? അവർ പഠിപ്പിച്ച വിശ്വാസ തീഷ്ണത, അവരുടെ ജീവിത മാർഗം, അവർ നടന്നെടുത്ത കനൽ വഴികൾ, അവർ സഹിച്ച ത്യാഗങ്ങൾ, അവർ സഹിച്ച നിന്ദകൾ, അവർ സഹിച്ച പരിഹാസങ്ങൾ, അവർ ഏറ്റ മുറിവുകൾ, അവർ ഏറ്റ പട്ടിണികളിലൊക്കെയും തമ്പുരാന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് നാം ഓർക്കണം. നാം നോക്കുമ്പോൾ, നാം പാടുമ്പോൾ പലപ്പോഴും പാൽവർണ്ണ കുതിരയിലേറി നായാടാൻ പോയൊരു നേരം എന്നാണോ ഗീവർഗീസ് സഹദായെ കുറിച്ച് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയുടെ മനസ്സിൽ പാൽവർണ്ണ വെള്ളക്കുതിരയുടെ പുറത്ത് ഒരാൾ ഇങ്ങനെ ഒരു വ്യാളിയെ നശിപ്പിക്കുന്നതായിട്ട്, ഒരു കുന്തം കുത്തുന്നതായിട്ടാണ് പിക്ചർ. ഇതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. പക്ഷേ ഈ ഗീവർഗീസ് എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒരു പക്ഷത്തെ ഒരു ദേശത്തെ നശിപ്പിക്കുന്ന ഒരു വ്യാളിയെ കൊലപ്പെടുത്തി ആ രാജ്യത്തെ രക്ഷിക്കുവാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ്. നാമും സെന്റ് ജോർജ് എന്ന ദേവാലയത്തിലെ അംഗങ്ങളാണ്. ഈ സമൂഹത്തിലെ ധാരാളം ശിഥിലങ്ങളെ, വ്യാളികളൊക്കെയുണ്ട്. ഇതിനെയൊക്കെ നശിപ്പിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധയാണ്. നാം പലപ്പോഴും ഒരു ചടങ്ങ് നിർവഹിക്കലായി വന്ന് കുരിശ് ഒന്ന് വരച്ച് അങ്ങ് ഇറങ്ങിപ്പോകുന്ന ഒരു ചിന്തയാണ്. അതിലപ്പുറത്തേക്കും നമ്മുടെ സൊസൈറ്റിയിൽ ബാധിച്ചിരിക്കുന്ന വ്യാളികളെ, തിന്മകളെ, ഇതൊക്കെ എതിരിടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം പലപ്പോഴും ഒരു ചടങ്ങ് നിർവഹിക്കലാണ്. ഇവിടെ ഇദ്ദേഹത്തിന്റെ ചരിത്രം, ഇദ്ദേഹം നല്ല ഒരു സൈന്യത്തിലെ അംഗമായിരുന്നുവെങ്കിലും ധാരാളം ക്രിസ്ത്യാനികളെ, ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പീഡകളുണ്ടായ സമയത്തും ധാരാളം ക്രിസ്ത്യാനികളെ കൊല്ലുവാനായിട്ട് ആജ്ഞ പുറപ്പെട്ടപ്പോൾ, ഈ കൊല്ലുവാനായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ അടുത്തൊക്കെ വരുമ്പോഴും ഈ ക്രിസ്ത്യാനികൾ തമ്പുരാനെ വിളിച്ച് കുരിശൊക്കെ വരച്ച് മൃത്യു അല്ലെങ്കിൽ മരണം വരിക്കുന്നത് കണ്ടു അത്ഭുതം കൂറി ആരോ ഈ വിനയസ് എന്ന് പറയുന്ന ഭടൻ. അദ്ദേഹത്തിന് അത്ഭുതമായി ഇവർക്ക് ഇത്രമാത്രം കൃപ ലഭിച്ചത് എങ്ങനെയാണ്? ഒരു മരണത്തെ വരിക്കുവാനായിട്ടുള്ള കൃപ ലഭിച്ചത് എങ്ങനെയാണ്? നമ്മൾ 5-ാമത്തെ തുക്തയിൽ വായിക്കുന്നുണ്ട്, ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെ. ദൈവത്തെ ധരിച്ചവരാണോ ആരും ഈ സഹോദരന്മാരും പിതാക്കന്മാരും? അദ്ദേഹം 20-23 വയസ്സുള്ള ഒരു യുവാവായിരുന്നു എന്ന് നമുക്കറിയാം. ഈ ക്രിസ്ത്യാനികളുടെ തീഷ്ണമായ വിശ്വാസം കാരണം അദ്ദേഹം ഈ മതത്തിലേക്ക് ചേരുവാനായിട്ട് ശ്രമിക്കുക. എപ്പാഫ്രാദിത്തോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം മാമോദീസ സ്വീകരിക്കുകയാണ്. ഗീവർഗീസ് എന്ന പേര് സ്വീകരിക്കുകയാണ്. തൻ്റെ ഉയർന്ന ജോലി അദ്ദേഹം ഉപേക്ഷിക്കുവാണ്. തൻ്റെ
ഈ ലോകത്തിലെ മികച്ച ഒരു ലൈഫിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയാണ്. തമ്പുരാനെ തേടിയുള്ള യാത്രയാണ്. നാം പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഇതൊരു താൽക്കാലിക വാസമാണ്, നമുക്കെല്ലാം അറിയാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകളൊക്കെയും ഇവിടെയാണ്. ഇവിടെ എങ്ങനെ മെച്ചമാകാം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും താല്പര്യം. നമ്മൾ പലപ്പോഴും ലൗകികമായ ബോധ്യത്തിൽ, ചിന്തയിൽ ജീവിക്കുകയാണ്. അവിടെയാണോ ഈ സഹോദരന്മാരുടെ ഈ പെരുന്നാളുകളൊക്കെയും കൊണ്ടാടുമ്പോൾ നമ്മളുടെ ബോധ്യമുണ്ടാവേണ്ടത് നാമും ഈ സഹോദരന്മാരെ പോലെ, ഈ ഗീവർഗീസ് സഹദായെ പോലെയുള്ള ഒരു വളർച്ച പ്രാപിക്കൽ, അതാണ് ഏറ്റവും അഭികാമ്യം. പക്ഷെ നമുക്കതിന് സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു പ്രദക്ഷിണം നടത്തി, റാസം നടത്തി മാറി പോരുകയാണ്. എന്തിനാണ് ഈ പ്രദക്ഷിണം നടത്തുന്നത്? എന്തിനാണ് ചെണ്ടകളോ വാദ്യമേളങ്ങൾ കൊട്ടുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതായതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രമാണ്. അതിലുപരി എലിയാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യൻ നടന്നു പോകുന്നു. നമ്മളെ കണ്ടു, നമ്മൾ പ്രദക്ഷിണം യാത്ര ചെയ്യുന്നത് കണ്ടു. ഈ ലോകം പറയണം, ദൈവത്തിന്റെ മനുഷ്യർ നടന്നു പോകുന്നു. ഈ വാദ്യമേളങ്ങളുടെ ആഘോഷങ്ങളൊക്കെയും ഇവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നു. എന്താണെന്ന് ലോകം ചോദിക്കുമ്പോൾ നീതിമാനായ ഗീവർഗീസ് ജീവിച്ചിരുന്നു എന്നുള്ള സാക്ഷ്യപ്പെടുത്തലാണ് ഈ പ്രദക്ഷിണങ്ങളും ഈ വാദ്യഘോഷങ്ങളും ഒക്കെ. നാം ലോകത്തിന് ഒരു സന്ദേശം നൽകുകയാണ്. അല്ലാതെ വെറുതെ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ചടങ്ങായോണ്ട് അല്പം മേളമായേക്കാം, കൊഴുപ്പായേക്കാം എന്ന് ചിന്തിച്ചു ചെയ്യുന്നതല്ല. മറിച്ച് ഈ സഹദായെ ഈ ലോകത്തിന് പ്രസിദ്ധമാക്കുവാനായിട്ട് നാം ശ്രമിക്കുകയാണ്. ഈ ഗീവർഗീസ് സഹദ നമ്മുടെ ദേവാലയത്തിന്റെ ഇടവകയുടെ കാവൽ പിതാവാണ്. അദ്ദേഹത്തെ പോലെ തമ്പുരാനെ സ്നേഹിച്ച്, തമ്പുരാനോട് പ്രിയം വെച്ചു, തമ്പുരാനോട് ഇഷ്ടപ്പെട്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം. ഏത് പ്രദക്ഷിണം ഇറങ്ങുമ്പോഴും മുൻപിൽ ഒരു കുരിശ് അടയാളം, കുരിശ് വഹിച്ചുകൊണ്ട് ഒരാൾ പോകും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ കുരിശാണ്. നമുക്കറിയാം, ഗോകുൽത്തായിൽ വെച്ച് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ആ കുരിശ്, ആ സ്നേഹം, ആ സഹനം. തീർച്ചയായിട്ടും നമ്മുടെ ഇടവക പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത അടയ്ക്കുന്ന ദേവാലയമെങ്കിൽ ഗീവർഗീസ് സഹദായെ പോലെ നാമും വിശ്വാസ തീഷ്ണതയുള്ളവരാണ്. ഈ സമൂഹത്തിലെ വ്യാളികളെ, തിന്മകളെ ഉന്മൂലനം ചെയ്യുവാൻ നമുക്കും വിളിയുണ്ടെന്നുള്ള ബോധ്യമുണ്ടാകണം. ഈ ഒരു ദേശത്തിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ച, അദ്ദേഹത്തിന്റെ ജീവൻ തൃണവൽക്കരിച്ചവനാണ് ഗീവർഗീസ്. ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് ചരിത്രം വ്യക്തമാക്കുകയാണ്. ഈ പെൺകുട്ടി ഗീവർഗീസ് ഹെലനി എന്ന നാമധേയത്തിൽ മാമോദീസ നോക്കുകയും ഈ ഹെലനി രാജ്ഞിയാണ് കർത്താവിന്റെ കുരിശ് വീണ്ടെടുത്തത്. ഈ ഹെലനി രാജ്ഞി ആരുടെ മാതാവാണെന്നുള്ളതും ചരിത്രമാണ്. കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ, റോമാ സാമ്രാജ്യത്തിന്റെ അധിപനായ കുസ്തന്തീനോസ് ചക്രവർത്തിയാണ് ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ കൃപകളും നന്മകളും ക്രിസ്ത്യാനിറ്റി പോഷിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടിയെ ക്രിസ്ത്യാനിയാക്കി ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ ഗീവർഗീസ് ഒരു രാജ്യത്തിന്റെ പ്രതിസന്ധിയെ മാറ്റിയതാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കുമുള്ള വിളി, ഞാൻ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കുമുള്ള വിളി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. ഇന്ന് വായിച്ചു കേട്ട ഏതെങ്കിലും ഭാഗം ഇത് തന്നെയാണ്. തമ്പുരാനെ മുൻനിർത്തിയുള്ള ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം, കണ്ണുനീരുണ്ടാവാം. പക്ഷേ 33 വർഷം ക്രിസ്തു ഈ ലോകത്തിൽ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചു. ഇങ്ങനെയും ജീവിക്കാമെന്ന് നമുക്ക് കാണിച്ചു നൽകിയിരിക്കുക. എല്ലാ സഹോദരന്മാരും തമ്പുരാനു വേണ്ടി ജീവൻ വെടിഞ്ഞവരാണ്. തീർച്ചയായിട്ടും
പല ആവൃത്തി അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. ഏറ്റവും അവസാനം വാളാൽ അദ്ദേഹത്തെ വെട്ടി കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആ സഹതായിൽ ശരണപ്പെടുന്ന നാം അദ്ദേഹത്തെ പോലെ ജീവിക്കുവാനായും അദ്ദേഹത്തെ പോലെ മറ്റുള്ളവർക്ക് ഈ സമൂഹത്തിലെ പകർന്നു കൊടുക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.